അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ നിർത്തണതാണോ നമ്മുടെ ചാനൽ? അതൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഓണർ അവർ ചെയ്യട്ടെ. അവർ ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത് ബാക്കി നമുക്ക് ഡിസൈഡ് ചെയ്യാം. ആ ഒരു വീഡിയോയ്ക്ക് എനിക്ക് നല്ല അതായത് ഒരു 90% പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിന് പക്ഷേ വലിയ നെഗറ്റീവ് ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആ ഒരു ഫുഡ് കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ നെഗറ്റീവായിട്ട് അത് ചോദ്യമാണ്, ആണോ കഴിക്കണേന്നാണ് ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു വീഡിയോ അത്രയും പേരിലേക്ക് എത്തിച്ചതിനും അത്രയും പേര് കണ്ടതിനും. 200ഓളം കമൻസ് വന്നിട്ടുണ്ട്, 1K ലൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും അത് കണ്ട എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതിൽ നെഗറ്റീവ് കമൻ്റ് ഇല്ല, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് 1-2 പേരൊക്കെ ചോദിച്ചൊരു ചോദ്യം, അത്രയേ ഉള്ളൂ കേട്ടോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖമായിട്ടിരിക്കണോ വിചാരിക്കുകയാണ്. പിന്നെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഭയങ്കരമുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കണം, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്നോ, അതല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെന്നോ, അതല്ലെങ്കിൽ ഇന്ന് ചെയ്തതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഇന്നൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ, ആ ഒരു കണ്ടൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പറയണം. എന്തായാലും നിങ്ങൾ പറയുന്നത് കണ്ടാൽ മാത്രമേ ഞങ്ങൾക്ക് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾക്ക് അറിയുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഇതുവരെ എത്തിച്ച എല്ലാവരോടും ഒരുപാട് നന്ദി മാത്രമേ പറയാനുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടും ഞങ്ങൾ വീഡിയോസ് കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. കൂടെ നിൽക്കുന്ന എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് പറയുകയാണ് കേട്ടോ. ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും സഹായം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അത് ഇനിയിപ്പോൾ ഏതൊരു ചാനലാണെങ്കിലും നമുക്ക് നിങ്ങളുടെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഓരോന്ന് ചെയ്യാൻ അറിയാമെന്ന് ഞങ്ങൾ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമല്ലല്ലോ. അത് കാണാനും ആൾ വേണം, നമ്മളെ കൂടെ നിർത്താനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾ വേണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ഞങ്ങളെപ്പോലുള്ള ഓരോ ചാനലുകൾക്കും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ഓൺ വോയിസ് ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, നബിദിന റാലിയും പള്ളിയിലെ ചോറും രണ്ടും പൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഞാൻ ഒരു മതക്കാരെ പൊക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാനോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. അന്ന് വീട്ടിൽ പോയപ്പോൾ പള്ളിയിലെ ചോറ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവിടെ വീടിൻ്റെ അടുത്ത്, ഞങ്ങളെ വീടിൻ്റെ മുമ്പിൽ പള്ളിയാണ്, പുറകിൽ ഞങ്ങളെ വീടുമാണ്. അപ്പോൾ ആദ്യം മുതൽ എത്രയോ വർഷമായിട്ട് ഞങ്ങൾ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്, ആ ഒരു സമയം മുതൽ തന്നെ നമ്മളവിടെ പള്ളിയിലൊക്കെ ഇതുണ്ടാവുമല്ലോ, നേർച്ചച്ചോറൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഞങ്ങൾ വാങ്ങലുണ്ട്. തേങ്ങാച്ചോറ് അതൊക്കെ ഞങ്ങൾ വാങ്ങലുണ്ട്. ഞങ്ങൾ കഴിച്ചിട്ടുമുണ്ട്, കഴിക്കുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അന്നൊന്നും പറഞ്ഞാൽ നമുക്കങ്ങനെ യൂട്യൂബ് ചാനൽ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അന്ന് വീട്ടിലുള്ളൊരു സമയം, ഞാൻ വീട്ടിലുമുണ്ട്. സാധാരണ അങ്ങനെയൊക്കെ നമ്മൾ നബിദിനോ അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വർക്ക് ചെയ്യണോടത്താവും. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതുവരെ അങ്ങനെ ഒരു വീഡിയോസ് കണ്ട് ഉൾക്കൊള്ളിക്കാതിരുന്നത്. അപ്പോൾ അന്ന് ഞാനിവിടെ ഉണ്ട്. അമ്മ വിളിച്ചപ്പോൾ കുട്ടികളോട് പള്ളിയിൽ നിന്ന് ചോറ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പോവാം, കുറച്ച് കഴിഞ്ഞിട്ട്, ഇപ്പോൾ വെയിലല്ല. അപ്പോൾ ഞാൻ ഓരോ വീട്ടിലെന്തൊക്കെയോ പണികളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുക, ഉച്ച കഴിഞ്ഞിട്ട് പോവാം, എന്നാൽ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് നബിദിനത്തിൻ്റെ ആ റാലി, ആ കുട്ടികളെ ഇതൊക്കെ ഉണ്ടല്ലോ, ദഫും അങ്ങനത്തെയൊക്കെ പരിപാടികൾ കാണാമെന്ന് വെച്ചിട്ടിരുന്നു. അങ്ങനെ മക്കളോട് ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും പോയിട്ട് ചോറ് ബസ്സിൽ പോയി കൊണ്ടുപോകാമെന്ന്. അപ്പോൾ ഒക്കെ മടി, ബസ്സിൽ കയറി പോകാൻ മടി. അതിൽ വരുന്ന നമുക്ക് 3 ആൾക്കാണ് പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ വീഡിയോ തന്നെ ഞാൻ പറയണേ, കുറേ ദിവസമായി ഞാൻ നീലമ്മേനെ കണ്ടിട്ട്, പിന്നെ പുഴയിലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ എന്നാൽ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എന്നാൽ പിന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പുറത്തെ വീട്ടിൽ കുട്ടി ഇങ്ങനെ ഓട്ടോ തട്ടിയിട്ട് ആക്സിഡൻ്റ് ആയിട്ട് കാലുകൊണ്ട് വയ്യാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ പോയപ്പോൾ അവരവിടെ ഇല്ല, വിരുന്നൊക്കെ പോയിരുന്നു. 10 ദിവസത്തെ നമ്മൾ വെക്കേഷൻ്റെ അവർ വിരുന്ന് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല, അന്ന് ഞങ്ങൾക്ക് അവരെ കാണാനും പറ്റിയില്ല. അപ്പം ആ കുട്ടീനെയും കാണാം. അപ്പോൾ എല്ലാം കൂടെ നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ അവിടെ ചെന്ന്
ഞങ്ങൾ അവിടെ പട്ടിക്കലിൽ അവിടെ എത്തുമ്പോഴാണ്, ഞങ്ങൾ അങ്ങാടിയിൽ എത്തുമ്പോഴാണ് അവർ ആ റാലി ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കിച്ചുകൊണ്ട് കിച്ചുമോളെ ഫോൺ എടുത്തോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നിർത്താനും വയ്യല്ലോ. അപ്പോൾ അവൾ ഫോൺ എടുത്ത് ഓൺ ചെയ്തെടുത്തപ്പോഴത്തേക്കും ഞാൻ വണ്ടി ഇങ്ങനെ പോയോണ്ടിരിക്കല്ലേ, ആ വണ്ടി അങ്ങനെ പോവുകയും ചെയ്തു. കുറച്ച് ഇവരൊക്കെ കാലിൻ്റെ ഭാഗ്യം കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടോ കട്ട് ചെയ്തോ എനിക്കറിയില്ല, തലേന്നൊന്നും കാണില്ല. പിന്നെ ഞാൻ വേഗം ഞങ്ങൾ ആ ഭാഗത്ത് വണ്ടി റോഡിൻ്റെ സൈഡിൽ തന്നെ നിർത്തിയിട്ട് ഞാൻ അപ്പുറത്ത് താഴത്ത് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞോ റാലി കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, അപ്പോൾ തുടങ്ങണേ ഉള്ളൂ എന്ന്. അപ്പോൾ സമാധാനമായി. അപ്പോൾ എന്നാൽ ഇനി തിരിച്ച് അപ്പോൾ എവിടെ വരെ പോകുന്നു ചോദിച്ചപ്പോൾ താഴെ വരെ പോയിട്ട് പിന്നെ മുകളിലേക്ക് പോകുന്നു. അപ്പോൾ 2 സമയത്ത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നിന്നു. പിന്നെ അവിടെ മാളുമാത്താൻ്റെ വീട്ടിൽ കയറി അവിടെ വർത്താനൊക്കെ പറഞ്ഞു. കുട്ടികൾ പിന്നെ അപ്പം തന്നെ വീട്ടിലേക്കാണ് ഓടിയിട്ടു. ഒരു വീട്ടിലേക്ക് വന്ന് TV, നമുക്ക് ഇവിടെ TV ഒന്നുമില്ലല്ലോ. TV ഉണ്ട്, വർക്ക് ചെയ്യാത്ത TV ആണ്. അപ്പോൾ അവിടെ ചെന്ന് TV ഒക്കെ കാണാൻ വേണ്ടി ഒരപ്പം തന്നെ ഓടി. പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അവർ പോയി. ഞാൻ അവിടെ ഇരുന്നു. ഈ റാലിയൊന്നും കാണാൻ അവർ വന്നിട്ടില്ല കേട്ടോ, അവർ വീട്ടിൽ പോയി. ഞാൻ ഈ മാളുമാത്താൻ്റെ വീട് തന്നെ റോഡിൻ്റെ സൈഡ് തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് താത്ത വെള്ളമൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ ആ നീലിയമ്മ വന്നിട്ട് റാലി കാണാൻ വരുന്നത് നമുക്ക് ആ വീഡിയോയിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നീലിയമ്മേനെ കണ്ടു. എന്നിട്ട് പിന്നെ റാലി മുകളിൽ പോയിട്ട് തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോഴത്തേക്കും ഞാൻ പിന്നെ വീട്ടിലൊക്കെ ഒന്ന് പോയി. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ ചായ ഇട്ട് കുട്ടികൾക്ക് കൊടുക്കണ്ടേ. പിന്നെ ഞാൻ ചായ ഇവിടുന്ന് കുടിച്ചില്ല, കാരണം എനിക്ക് താത്ത വെള്ളം കണക്കി തന്നുകൊണ്ട് ചായ ഒന്നും കുടിച്ചില്ല. പിന്നെ എനിക്ക് പുഴയിൽ പോകാൻ പിന്നെ സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി ആ കുട്ടീനെ കണ്ടു. കിച്ചുമോളൊപ്പമുള്ളൊരു കുട്ടിയെ മരണ ആക്സിഡൻ്റ് ആയിട്ട് ഇരിക്കുന്ന ആ കുട്ടീനെ പോയി കണ്ടു. അവിടെ കുറച്ച് നേരം ഇമ്മമ്മയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അമ്മമാനോടും താത്താനോടൊക്കെ വർത്താനം പറഞ്ഞു നിന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോരുകയാണ് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് കുറച്ചൊരു വീഡിയോ ഞാൻ എടുത്തു, അത്രയേ ഉള്ളൂ. അതിൽ ഒരു മതക്കാരെ പൊക്കി കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാനോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ആ അന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, വീട്ടിൽ നിന്ന് നിങ്ങൾ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ അതും കൂടെ കാണിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്നുള്ളത്, ആ വീഡിയോയിൽ തന്നെ ഞാൻ ഫസ്റ്റ് ഫുഡ് കഴിക്കണം കാണിച്ചല്ലോ. ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ സെൽഫി ആയിട്ട് ഇങ്ങനെ എൻ്റെ മുന്നിൽ ഫോൺ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കുകയാണ്. ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണത് കാണുന്നത് എനിക്കറിയില്ല. ഇതെൻ്റെ ലെഫ്റ്റ് ഹാൻഡാണ്, ഇത് റൈറ്റാണ്. അപ്പോൾ അത് വീഡിയോ കാണുമ്പോൾ ചിലവർക്ക് ചിലപ്പോൾ അത് ഞാൻ ഇടത്തെ കൈ കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് കഴിക്കുന്ന പോലെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. ഒരിക്കലും അല്ല, ഞാൻ എൻ്റെ വലത്തെ കൈ വെച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ഇപ്പോഴും കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്, എന്താ പറയുക, ഏത് കൈ വെച്ചിട്ടാണ് കഴിക്കണത്. അപ്പോൾ കൈയിനൊന്നും ദൈവത്തിൻ്റെ സഹായം കൊണ്ടൊരു പ്രശ്നങ്ങളുമില്ല. ഞാൻ എൻ്റെ വലത്തെ കൈ വെച്ചിട്ട് തന്നെയാണ് കഴിക്കണം കേട്ടോ, ഇടത്തെ കൈ കൊണ്ടൊന്നുമല്ല. ആർക്കെങ്കിലും അങ്ങനെ ഞാൻ ഇടത്തെ കൈ കൊണ്ടാണ് കഴിക്കുന്നത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം എൻ്റെ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് പറ്റിയിട്ടുള്ളൊരിതായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ വലത്തെ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ കഴിക്കണത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. പിന്നെ നമ്മൾ ഈ ഷോർട്സൊക്കെ എടുക്കുന്നുണ്ടല്ലോ, ഷോർട്സൊക്കെ എടുക്കണത് നമ്മൾ പലരെയും ഷോർട്സ് നമ്മൾ കാണുന്നുണ്ടാവാം. ചിലപ്പോൾ ഡാൻസൊക്കെ നമ്മളിപ്പോൾ ഒരാൾ ചെയ്യുന്ന ഷോർട്സൊക്കെ നമ്മൾ ചെയ്യും, പക്ഷെ അതിൽ അവർ ചെയ്യുന്ന അതേപോലെ ഒന്നും ആയിരിക്കില്ല. നമ്മളതായ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടാവും. ഇപ്പോൾ 3 ആൾ ചെയ്യണത് ഒരു വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടൊക്കെ ഞാൻ തന്നെ ചെയ്ത് വിടുന്നുണ്ടാവാം. പിന്നെ 2 ആൾ ചെയ്യുന്നതാണെങ്കിലും ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കാം. ചിലപ്പോൾ ഒരാൾ ചെയ്യണത് ഞങ്ങളിവിടെ 2 പേരും ചെയ്ത് വിടുന്നുണ്ടാവാം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതേപോലെ പാട്ടുകൾ ചിലപ്പോൾ നമ്മൾ സെയിം എടുക്കും. അതിനകത്ത് നമ്മൾ ചെയ്യുന്ന തീമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവാം. അപ്പോൾ ഈ ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ വിട്ടിട്ടുള്ള ഒരു വീഡിയോ, അപ്പോൾ ഞാൻ ഈ കുട്ടികളുടെ അടുത്ത് ഇവിടെ കിച്ചുവിനോടൊക്കെ ഒരു ഷോർട്സ് എന്തെങ്കിലും ചെയ്യാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ നല്ലൊരു മൂഡാണെന്നുണ്ടെങ്കിൽ വരും, അല്ലെങ്കിൽ കിട്ടൂല അവരൊന്നും. അപ്പോൾ ഞാൻ തന്നെ എനിക്ക് കഴിയുന്ന പോലെയാണ് ഞാൻ ഈ ഷോർട്സൊക്കെ വിടുന്നത്. അപ്പം ഞാൻ വീഡിയോ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. 3 വർഷത്തിൽ 1 വർഷമാണ് നമ്മളിപ്പോൾ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കണേ. 2 വർഷം വരെ നമ്മൾ ഇങ്ങനെ വീഴുമായിരുന്നു. മീൻസ് അതായത് കുറച്ച് ചെയ്യും നിർത്തും, വീണ്ടും കുറച്ച് ചെയ്യും നിർത്തും, അങ്ങനെ ഇല്ലായിരുന്നു. കഴിഞ്ഞ 2023 സെപ്റ്റംബറിലാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. ഡിസംബർ മുതലാണ് നമുക്ക് ഏണിങ്സ് വരാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുവരെ എനിക്ക് എൻ്റെ പൈസ കിട്ടിയതും കൊണ്ട് അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടുമില്ല കേട്ടോ. അതൊന്നും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യം തോന്നിയിട്ടില്ല, ചെയ്തിട്ടുമില്ല. അപ്പോൾ ഒരാളുടെ വീഡിയോ എടുത്ത് നമ്മൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് വരും, കോപ്പി സ്ട്രൈക്ക് വരും, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അറിയാം.
അപ്പോൾ വന്നിട്ടുള്ള കോപ്പി റൈറ്റുകളൊക്കെ ഞാനത് റിമൂവ് ചെയ്യും. അതിൻ്റേതായ എന്താണോ അതിൽ ചെയ്യേണ്ടത് നമുക്ക് മെയിൽ വരുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ അറിയുന്ന ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇന്ന് വേറെ, അതായത് അവരുടെ അല്ല വേറൊരാളുടെ ചാനലിൽ അതേ കണ്ടൻറ്റ് നീ ചെയ്തിട്ടില്ലേ, ചാനൽ അവർ കട്ട് ചെയ്യട്ടോ, ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞു. ഞാൻ ആകെ ഷോക്കായി. ഞാൻ എന്തപ്പോൾ സംഭവം, ഞാൻ എൻ്റെ വൈറ്റി സ്റ്റുഡിയോയ്ക്ക് ഓടി. വൈറ്റി സ്റ്റുഡിയോയ്ക്ക് പോയിട്ട് ഞാൻ നോക്കി, വിട്ടിട്ട് ഞാൻ 39 സെക്കൻഡൊക്കെ ആയിട്ടുള്ളൂ, 400 സംതിങ് വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇതെന്താ സംഭവം, ഇതിൽ കോപ്പി റൈറ്റോ സ്ട്രൈക്കൊന്നും വന്നിട്ടില്ലല്ലോ. അതിൻ്റെ ഓണർ മോണിറ്റൈസേഷൻ നമുക്ക് കയറേണ്ടത് അവർ കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ, പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് സ്ട്രൈക്കോ കോപ്പി റൈറ്റൊക്കെ വരും എന്നുള്ളത് എനിക്കറിയാം. അങ്ങനൊന്നും വന്നിട്ടുമില്ല. പിന്നെ ഇവളെന്താ എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞതെന്ന് വിചാരിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ, ഞാൻ എന്തായാലും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യൊന്നുമില്ല എൻ്റെ അക്കൗണ്ടിൽ നിന്ന്. എനിക്ക് അങ്ങനെ മെയിൽ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യാം. അതല്ലാത്തടത്തോളം അതിൻ്റെ ഓണർ സെയിം, എനിക്ക് തോന്നുന്നില്ല ഞാൻ അവരതേ സെയിം സംഭവമാണ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. കാരണം ഇപ്പം ഞാനധികം പറഞ്ഞല്ലേ, 3 ആൾ ചെയ്യേണ്ടത് ഞാൻ 2 ആൾ ചെയ്യുന്നതാണ്. ഞങ്ങൾക്കങ്ങനെ 3 ആൾ ചെയ്യാനില്ല. തദ്ദേശം ഒന്നിനും അങ്ങനെ കിട്ടൂല, അവൾ എടുത്തുതരാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ 2 ആളാവും ചെയ്യാം, അതുപോലെ ഞാൻ ഒറ്റയ്ക്കാവും ചെയ്യാം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആരുടെ കണ്ടൻറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ എന്തെങ്കിലും അതായത് അതിൻ്റെ ഓണർ എന്തെങ്കിലും പ്രശ്നങ്ങൾ, മേ ബി അവർക്കത് സ്ട്രൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവരെ കണ്ടൻറ്റാണെന്ന് പറഞ്ഞാൽ അവരത് ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനത് റിമൂവ് ചെയ്യും. അല്ലാത്ത പക്ഷം ഞാൻ റിമൂവ് ചെയ്യൂല. ആരുടെയെങ്കിലും സംസാരം കേട്ടിട്ട് നമ്മൾ വിട്ടിട്ടുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെ കൂടെ നിന്ന് എല്ലാവരോടും നന്ദി പറയുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും വേണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.